ഇതാണ് തഴുതാമ. ഇതാ ഒത്തിരി വളർന്ന് കിടപ്പുണ്ട്. ഇന്ന് ഇത് വെച്ചൊരു തോരൻ ഉണ്ടാക്കാൻ പോവുകയാണ്. തഴുതാമയുടെ ഗുണങ്ങൾ ആർക്കും അറിയാത്തത് കൊണ്ടാവാം നമ്മൾ ഭക്ഷണത്തിലൊന്നും ഉൾപ്പെടുത്താത്തത്. ഇതിന് ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ട്. ഹാർട്ടിൻ്റെ ആരോഗ്യത്തിന്, കിഡ്നി സംബന്ധമായ അസുഖങ്ങൾക്കും ഒക്കെ ഇത് വളരെ ഉത്തമമാണെന്ന് പറയപ്പെടുന്നു. കൂടാതെ കാൽഷ്യം, അയൺ എന്നിവയെല്ലാം ഇതിലടങ്ങിയിട്ടുണ്ട്. പിന്നെ പ്രധാനമായും ശരീരത്തിലുണ്ടാകുന്ന നീര് കുറയ്ക്കാൻ സാധിക്കുന്നു. മൂത്രാശയ രോഗങ്ങൾ, നീർക്കെട്ട്, വിളർച്ച എന്നിവയ്ക്ക് വളരെ ഉത്തമമാണെന്ന് പറയപ്പെടുന്നു. ഇനി നമുക്ക് കുക്കിങ്ങിലോട്ട് പോകാം. തഴുതാമയില കഴുകി എടുത്തിട്ടുണ്ട്. അതിൻ്റെ തണ്ടെല്ലാം കളഞ്ഞിട്ടാണ് ഞാൻ എടുത്തത്. ഇനി നമുക്ക് വേണ്ടത് അരമുറി തേങ്ങ ചിരകിയത്, ചെറിയ ഉള്ളി, പച്ചമുളക്, ജീരകം, വെളുത്തുള്ളി, പിന്നെ വേവിച്ച പെരുംപയർ. ഇത്രയും എടുത്തു വെച്ചു. ഇനി ഈ തഴുതാമയില നമുക്ക് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം തേങ്ങ നമുക്ക് മിക്സിയിലോട്ട് ഇട്ട് കൊടുക്കാം. ഉള്ളി, പച്ചമുളക്, ജീരകം, മഞ്ഞൾ എന്നിവ എല്ലാം കൂടെ അരച്ചെടുക്കുക. അപ്പോൾ ദാ ഇതുപോലെ കിട്ടും. ഇനി ഒരു പാത്രം സ്റ്റൗവിലോട്ട് വെച്ച് പാത്രം ചൂടായ ശേഷം കടുക് ഇട്ട് കൊടുക്കുന്നു, മുളക് ഇട്ട് കൊടുക്കുന്നു. പിന്നെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തഴുതാമയില ഇട്ട് കൊടുത്ത് ഒരു 5 മിനിറ്റ് വേവിക്കുക. അതിനുശേഷം ഉപ്പിട്ട് ഇളക്കുക. വീണ്ടും ഒരു 2 മിനിറ്റ് അടച്ചിട്ട് വേവിക്കുക. പിന്നീട് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പയറിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി വീണ്ടും ഒരു 2 മിനിറ്റ് അടച്ചിടുക. ശേഷം നമ്മളുടെ അരപ്പ് ഇട്ട് ഇളക്കി നന്നായിട്ട് മിക്സ് ചെയ്യിക്കുക. ഇത് ഈ അരപ്പിൻ്റെ പച്ചമണം മാറുന്നവരെ നന്നായിട്ട് ഇളക്കണം. അപ്പം ജസ്റ്റ് ഒന്ന് മൂക്കും. ഇതാ നമ്മുടെ തഴുതാമയില പയറ് തോരൻ റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ ഹെൽത്തിയാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്യുക. ആരും ഈ തഴുതാമയില കണ്ടാൽ വേസ്റ്റ് ചെയ്യരുത്. എല്ലാവരും ഇത് ഉണ്ടാക്കി കഴിക്കുക. ബൈ.